നമ്മുടെ വാട്സാപ്പിൽ അറിഞ്ഞോ അറിയാതെയോ വല്ല ചാറ്റുകളും ഡിലീറ്റ് ചെയ്തു പോയാൽ അത് തിരിച്ചെടുക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഇതിന് ഒരു സോഫ്റ്റ്വെയർ വേണ്ട, ഗൂഗിൾ ഡ്രൈവിൽ വാട്സാപ്പിന്റെ ബാക്കപ്പ് വേണ്ട. അപ്പോൾ ഡിലീറ്റ് ആയ മെസ്സേജുകൾ എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ നിന്നും ഈ കാണുന്ന എല്ലാ ചാറ്റുകളും ഡിലീറ്റ് ചെയ്ത് ഈ ചാറ്റുകൾ എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് എന്ന് കാണിക്കാം. ഇപ്പോൾ ചാറ്റ് ലിസ്റ്റിലുള്ള എല്ലാ ചാറ്റുകളും ഡിലീറ്റ് ചെയ്തു, ഒരു ചാറ്റ് പോലുമില്ല. ഇതുപോലെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചാറ്റ് ഡിലീറ്റ് ചെയ്തു പോയാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വാട്സാപ്പ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇന്റേണൽ സ്റ്റോറേജ് അഥവാ ഫോൺ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ശേഷം ആൻഡ്രോയിഡ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൽ മീഡിയ എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ com.whatsapp എന്ന ഈ ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ശേഷം വാട്സാപ്പ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൽ ഡാറ്റാബേസ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇവിടെ കുറച്ച് ഡാറ്റാബേസ് ഫയൽസ് കാണാം. ഇതാണ് വാട്സാപ്പ് ദിവസേന സേവ് ചെയ്യുന്ന ബാക്കപ്പ് ഫയലുകൾ. ഓരോ ഫയലിൻ്റെയും ഡേറ്റും ടൈമും ഇവിടെ കാണാം. അത് നോക്കിയാൽ ഏത് ദിവസത്തെ ബാക്കപ്പ് ആണെന്ന് ഈസിയായി മനസ്സിലാക്കാം. ഇനി ഇവിടെ ചാറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ബാക്കപ്പ് ഫയൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് മാത്രം ഡിലീറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ഫയലും ഡിലീറ്റ് ചെയ്യേണ്ടതില്ല. ഇനി ഡാറ്റാബേസ് എന്ന ഈ ഫോൾഡറിൽ നിന്നും ബാക്ക് ചെയ്ത് മീഡിയ എന്ന ഈ ഫോൾഡറിലേക്ക് വരിക. ഇനി ഇവിടെ നിന്നും com.whatsapp എന്ന ഈ ഫോൾഡർ കോപ്പി ചെയ്ത് ഫോണിലെ വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് മാറ്റി പേസ്റ്റ് ചെയ്യുക. ഞാൻ ഡൗൺലോഡ് എന്ന ഈ ഫോൾഡറിലേക്കാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളും കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഇവിടെ ടിക്ക് ചെയ്യാതെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇനി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വീണ്ടും വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോർ ക്ലോസ് ചെയ്യുക. ഇനി വീണ്ടും ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് നേരത്തെ കോപ്പി ചെയ്ത് മാറ്റിവെച്ച com.whatsapp എന്ന ഫോൾഡർ അവിടെ നിന്നും കോപ്പി ചെയ്ത് മീഡിയ എന്ന ഫോൾഡറിലേക്ക് തന്നെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. ഇനി വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. അതുപോലെ ആവശ്യമായ പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ക്രീനിൽ റീസ്റ്റോർ ഓർ ട്രാൻസ്ഫർ എന്ന ഈ ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചോയ്സുകൾ കാണാം. ഒന്നാമത് റീസ്റ്റോർ ഫ്രം ബാക്കപ്പ്, രണ്ടാമത് ട്രാൻസ്ഫർ ഫ്രം ഓൾഡ് ഫോൺ. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് റീസ്റ്റോർ ഫ്രം ബാക്കപ്പ് എന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി റീസ്റ്റോർ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. റീസ്റ്റോർ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റിൽ മുൻപ് ഡിലീറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ തിരികെ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ ഡിലീറ്റ് ചെയ്ത ചാറ്റുകളാണ് ഈ കാണുന്നത്. ഇതുപോലെ നിങ്ങളുടെ വാട്സാപ്പിലും ഡിലീറ്റ് ആയ ചാറ്റുകളും മെസ്സേജുകളും തിരിച്ചു കിട്ടും. പിന്നെ ഒരു കാര്യം, ഇതിന് ലിമിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ഏത് ബാക്കപ്പ് ആണോ റീസ്റ്റോർ ചെയ്യുന്നത് അതിലുള്ള ചാറ്റുകൾ മാത്രമായിരിക്കും റീസ്റ്റോർ ആകുന്നത്. അതായത് ബാക്കപ്പിന് ശേഷം വന്ന ചാറ്റുകൾ ഉണ്ടാകില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.